ഹലോ ഗായ്സ്, അങ്ങനെ പറയുന്ന പോലെ അൺഎക്സ്പെക്റ്റഡ് ട്രിപ്സ് ആർ ഓൾവേസ് സ്പെഷ്യൽ. ദ സെയിം ഓൺലി അപ്ലിക്കബിൾ ഇൻ മൈ ലൈഫ്. യെസ്, ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ പാക്കിങ് ചെയ്താണ്. ജോർജിയയിൽ വന്നിട്ടുള്ള എല്ലാ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു കാര്യവും നടന്നില്ല. ഞാൻ കുവൈറ്റിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തത് എന്തോ ടിപ്ലീസിലേക്ക് ഡയറക്റ്റാണ്. ഐ മീൻ കുവൈറ്റ് ദോഹ ടു ടിപ്ലീസ് ഡയറക്റ്റ്. ഖത്തറിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും ഒരു 30 മിനിറ്റ്സ് ഞങ്ങളുടെ മുന്നിലുണ്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസിറ്റ് ആയിരുന്നു. ഗേറ്റിൽ ചെന്നു, വിനീനെ കണ്ടു. ഒരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആ പ്ലാൻ അങ്ങോട്ട് മാറി. എന്താ ചെയ്യുക, നാളെ ഒരുമിച്ച് പോയാൽ മതിയോ, അല്ലെങ്കിൽ ഫസ്റ്റ് നീ നാളെ ഞാൻ വരാം, എന്തൊക്കെ ചെയ്യണം ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ നാളത്തെ ഫ്ലൈറ്റിലെ സ്റ്റാഫിന് സീറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ അന്നത്തെ ഫ്ലൈറ്റിൽ ഞാൻ ട്രാവൽ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, അത് സീറ്റ് കിട്ടുമോ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഇഫ് ഇൻ കേസ് നമുക്ക് ജോർജിയ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, 1 ഡേ ഫുള്ള് ഖത്തറിൽ കറങ്ങിയിട്ട് ദെൻ നെക്സ്റ്റ് ഡേ ഈവനിങ് നമുക്ക് അർമേനിയ പോകാമെന്ന് വരെ പ്ലാൻ ചെയ്തു. അതാകുമ്പോൾ അധികം തിരക്കില്ല, ഫ്ലൈറ്റിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ 30 മിനിറ്റ്സിൽ എനിക്ക് വലിയ ടെൻഷനില്ല, എനിക്ക് എന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവൾക്ക് അത്ര ടെൻഷൻ, എന്ത് ചെയ്യുമെന്ന് പെട്ടെന്നൊരു ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ പറഞ്ഞു, എന്നാൽ അപ്പോൾ ഓക്കെ വിനി, ഫൈൻ, എന്തായാലും ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. പോകുന്നുണ്ടെങ്കിൽ പോകണ്ട, പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. ആ 30 മിനിറ്റ്സും കൊണ്ട് നമ്മൾ ബാഗ് വിളിച്ച് പറഞ്ഞ് ബാഗ് അവിടെ നിന്ന് ഓഫ്ലോഡ് ചെയ്യിച്ച് അവർ അവിടെ ബാഗേജ് ഏരിയയിലാക്കി. അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക, അവിടെ നിന്ന് ഗേറ്റിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ ദോഹ എയർപോർട്ട് കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്ത് വൺ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ പോയി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ എവിടെ പോയി, ബാഗേജ് ഏരിയയിൽ പോയി. ലോസ് ആൻഡ് ഫൗണ്ടിൽ പോയിട്ട് ഞാൻ ബാഗേജിൻ്റെ ക്ലെയിമെല്ലാം കൊടുത്തിട്ട്, അപ്പോൾ അവർ പറഞ്ഞു ബാഗേജ് ഈസ് ഇൻ ട്രാൻസിറ്റ് ഏരിയ, യു ഹാവ് ടു വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ 1 hour. ദിസ് ഇസ് നോട്ട് ദിസ് ഓഫീസ്, യു ക്യാൻ വെയിറ്റ് ഔട്ട് സൈഡ് ദ ഓഫീസ്, ദേ വിൽ ബ്രിങ് ദേ. ഓ മൈ ഗോഡ്, അവർ 1 hour പറഞ്ഞെങ്കിൽ ആ 1 hour എടുത്തിട്ട് തന്നെയാണ് തന്നത്. ഞാൻ വെയിറ്റ് ചെയ്യുക, ഇപ്പം കിട്ടും. ബിക്കോസ് ഔട്ട് സൈഡ് ഒരാൾ ഓൾറെഡി എന്നെ പിക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ ഫ്രണ്ട്. അങ്ങനെ അവിടെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഈച്ചയാട്ടി ഇപ്പോൾ ഉറക്കം വന്നിട്ട് പോയ്യ. അതിൻ്റെ ഇടയ്ക്ക് വിശപ്പോ. ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ അവിടെ നിന്ന് വന്നതിൻ്റെ ഒരിത്. അങ്ങനെ നേരെ ബാഗ് എടുത്തു. പക്ഷേ ഒരു റിഗ്രറ്റ്സും ഇല്ല, അന്നത്തെ ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റിഗ്രറ്റ്സും എനിക്കുമില്ല. 2 പേരും, ഞാൻ ഓൾറെഡി പോയി, ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, ഫുഡെല്ലാം കഴിച്ചു, റെസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും 2 o'clock അവൾ ഷിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. അവളെ പിക്ക് ചെയ്ത് ഞങ്ങൾ പോയി. നെയിലൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ നെയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഫുൾ കറങ്ങി ദോഹയിൽ. എനിക്ക് കിട്ടിയത് കുറച്ച് നിമിഷങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ട് ഞാൻ അവിടെ എക്സ്പ്ലോർ ചെയ്തു. ഈവൻ ലാസ്റ്റ് ടൈം 1 day വന്നതാണെങ്കിൽ പോലും ആ 1 day ഞാൻ മാക്സിമം ഖത്തർ അടിച്ച് പൊളിച്ചിട്ടാണ് പോയത്. ദിസ് ടൈം ഓൾസോ 1 day എനിക്ക് മതിയായിരുന്നു, അത്ര എനഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി ചായ കുടിച്ചു, എന്തെല്ലോ കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കഴിച്ചു, അടിപൊളിയായിരുന്നു. മല്ലു റെസ്റ്റോറൻറ്റിൽ ഫുള്ള് കറങ്ങി ഞങ്ങൾ. എന്നിട്ട് ഞാൻ ഇട്ട വീഡിയോസിലൊക്കെ പോലെ ലൈറ്റിങ്ങും കാര്യങ്ങളും, മൂൺ പോലത്തെ ബിൽഡിങ്, നൈറ്റ് റൈഡ്. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ BMW, ഒരാളുടെ കയ്യിൽ 4 സീരീസും ഒരാളുടെ കയ്യിൽ 7 സീരീസും ആണ്, 7th സീരീസോ സംതിങ്. 2 പേരും കൂടി റോഡിൽ റൈഡ്. ഓ മൈ ഗോഡ്, 160 സ്പീഡൊക്കെ. ഞാനിതിന് മുന്നേ 140 20 വരെ പോയിട്ടുണ്ട് ടൈറ്റസ് സാറിൻ്റെ കൂടെ. സോ അതേ പിന്നെ ഇത്രയും സ്പീഡിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ ഉറങ്ങിയിട്ടില്ല, പോയി ഒരു കറക്റ്റ് 1 hour കിടന്നു. അവൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ വിളിച്ചു. അങ്ങനെ അവളെയും പിക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോയതുകൊണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ അവർ ഉറക്കമേ ഇല്ല. പിന്നെ ഞാനും വിനിയും കൂടി
അവളുടെ അക്കോമഡേഷനിൽ പോയി അവൾക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങൾ റെഡിയായി. ഞങ്ങൾക്ക് മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോഴും എൻ്റെ ടിക്കറ്റിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ലായിരുന്നു. ബിക്കോസ് സ്റ്റാഫ് ടിക്കറ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും പോലും ഞങ്ങൾക്കൊന്ന് ഹാപ്പി ആയിട്ട് റെഡി ആകാൻ പറ്റിയില്ല. എന്നാലും ഓക്കെ, ഇഫ് ഇൻ കേസ് ആ ഫ്ലൈറ്റിൽ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ, ഐ മീൻ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് ഫ്ലൈറ്റിൽ നമുക്ക് വേറെ പോകാമെന്നാണ്. പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. നോർമലി ഒരു 30 മിനിറ്റ്സ് മുന്നെയാണ് ബഡി ടിക്കറ്റോ സ്റ്റാഫ് ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബുക്കിംഗ് നോക്കിയിട്ട് ഓൺലോഡിലേക്ക്, ഐ മീൻ ലോഡിലേക്ക് അത്രയും പേരെ ആക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് മെസ്സേജും മെയിലൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ റെഡി ആകും. ഓൾമോസ്റ്റ് ഒരു 3 o'clock ഉണ്ടാവും. എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ പേര് ഓൺലോഡിലായിട്ടുണ്ടെന്ന്. സോ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ. സോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിയും ആയി. പിന്നെ ഞാൻ അടിച്ച് പൊളിച്ച് അങ്ങ് റെഡിയായി. രണ്ടുപേരും കൂടി ട്വിൻസിനെ പോലെ വേഗം ഡ്രസ്സെല്ലാം മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് ഒരു കുറച്ച് നേരം കൊണ്ട് റെഡിയായി. ആദ്യമായിട്ടായിരിക്കും ഞാനും വിനിയും ഇത്രയും നേരത്തെ എയർപോർട്ടിലേക്ക് എത്തുന്നതും സമാധാനത്തിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ്സ് ആണ്. എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ അധികം അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. വിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളെപ്പോഴും ലാസ്റ്റ് മിനിറ്റ്സാണ് ഓടി എത്താറുള്ളത്. ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്തു. എയർപോർട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാലും ഓക്കെ, ഞങ്ങൾക്ക് എക്സിറ്റ് റോ വേണ്ടായിരുന്നു. പക്ഷെ അവർ എക്സിറ്റ് റോ തന്നു. മിഡിൽ സീറ്റ് എം ടി ആണ്. ഞാനും അവളും കൂടി അങ്ങനെ ഒരു റോ ഫുള്ളും ഞങ്ങൾക്കായിട്ട് തന്നു. അവിടെ ചെന്നപ്പോഴേക്കും, ഐ മീൻ ബാക്ക് സൈഡിൽ ഒരാളുടെ IV വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു അങ്കിളിന് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു മിഡിൽ സീറ്റ് ഓൺലി വൈക്കൻ, ഇഫ് ഹി വോൺസ് ഹി കൻ സിറ്റ്. അന്നാലെങ്കിലും ഇരിക്കൂല എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഓൾറെഡി പുഷ് ബാക്ക് ആയപ്പോഴേക്കും ഞാൻ മൂവ് ചെയ്ത് അവളുടെ അടുത്തേക്ക് ഇരുന്നു. സോ ആ ഒരു സീറ്റ് എം ടി ആയതുകൊണ്ട് അയാൾ അവിടെ വന്ന് ഇരുന്നു. ഓ മൈ ഗോഡ്, നല്ല സൈസാണ് ആൾ. എങ്ങനെ ഇരിക്കുന്നു. ഞാനാണെങ്കിൽ ഇത് എങ്ങനെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരുന്നിട്ടാണ് വന്നത്. രണ്ടുപേരുടെയും ആദ്യത്തെ ഒരുമിച്ചിട്ടുള്ള ഫ്ലൈറ്റാണ് ട്രാവല്. അടിപൊളി ഇൻ ദ സെൻസ് സൂപ്പർ മെമ്മറിയാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ഉറങ്ങിയിട്ടില്ല ഓൾറെഡി കണ്ടിന്യൂസ് ആയിട്ട്. അവൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് കുറച്ച് നേരം ഉറങ്ങി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജോർജിയ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ആദ്യത്തെ സ്നോ ആണ്, അങ്ങനെയൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഫുഡെല്ലാം കഴിക്കുന്ന ഇതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കൽ, വീഡിയോ എടുക്കൽ, എഡിറ്റ് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ വ്യൂസ് വേണമെന്നല്ലോ ഒന്നുമല്ല, ഇത് ഫോർ മൈ മെമ്മറീസ്. എനിക്ക് ഇത് പിന്നീട് നോക്കുമ്പോൾ യെസ് ജാബ യു ഡൺ ഇറ്റ്. എനിക്ക് ഇത് ആരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഞങ്ങൾ എത്തി, ഐ മീൻ ജോർജിയയിലെത്തി. ഞങ്ങൾ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു എയർ അറേബ്യയുടെ ഫ്ലൈറ്റും കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞ് എയർപോർട്ടാണ്, ഈസി ആക്സസ് ആണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ഖത്തറിലെ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ ഈവൻ പഠിച്ചിട്ടുണ്ട്. എയർപോർട്ടിലാണ് എന്തൊക്കെ ഇതെന്നാണെങ്കിൽ അവിടെ എന്തൊക്കെ ആയിരിക്കും എന്ന് നല്ല ബോധം ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് വരുമ്പോൾ ഇപ്പുറത്ത് പോകണോ, ഇങ്ങോട്ട് പോകണോ, അവിടെ പോകണോ എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബിക്കോസ് അത്ര വലിയ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ എയർ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇറങ്ങുക, നേരെ പോവുക, എമിഗ്രേഷൻ, താഴെ പോവുക, ബാഗേജ്, പുറത്തേക്ക് വരിക. പുതുതായിട്ട് വരുന്നവരും വലിയ നോളജ് ഇല്ലാത്തവരും ഇവരുടെ ലാംഗ്വേജ് അറിയാത്തവരാണെങ്കിൽ പോലും നമുക്ക് പേടിക്കാനേ ഇല്ല. അങ്ങനെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും വലിയ നല്ല ഇമ്പ്രഷനൊന്നും ആയിരുന്നില്ല. അയ്യോ ഇതാണോ ജോർജിയ, അങ്ങനെയൊക്കെ വിചാരിച്ചു. വന്നു. ഞങ്ങളുടെ ടെൻഷൻ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. നമുക്ക് ഇന്നാടാവും തിരിച്ച് പറഞ്ഞു വിടും എന്നുള്ള ടെൻഷൻ ആയിരുന്നില്ല. ബട്ട് ദ തിങ് ഈസ്, 1 second. യെസ്, ഇന്നാടാകും എന്നുള്ള ടെൻഷനൊന്നുമല്ല. പക്ഷേ ഇമിഗ്രേഷനിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുക, നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇമിഗ്രേഷൻ ആണെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പോകരുത്, ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല എന്ന്. കറക്റ്റ് ഞങ്ങൾക്കൊരു ഫീമെയിൽ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് തന്നെ ഞങ്ങൾ വിട്ടു. ആദ്യം വിനിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ചോദിച്ചപ്പോൾ വിനി കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ചാണ്, രണ്ടുപേരുടെ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ വിനി എടുത്ത് ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ID കാർഡ് ചോദിച്ചു. അപ്പോൾ വിനി അതെല്ലാം കാണിച്ചു കൊടുത്തു. അടുത്തത് ഞാനാണല്ലോ, ഞാനിങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ടെൻഷനായിരുന്നു, എന്ത് കാണിക്കും. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇതെല്ലാം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുവൈറ്റിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന ഒരു
30 മിനിറ്റ്സ് മുന്നെയാണ് ഞങ്ങളുടെ സാറ് പറഞ്ഞത്, ജബ ഇൻഷുറൻസ് ഇസ് മാൻഡേറ്ററി, യു ഹാവ് ടു ടേക്ക് ഇറ്റ്, അതർവൈസ് യു വിൽ ബി ഇൻ ട്രബിൾ ആൻഡ് ഇമിഗ്രേഷൻ എന്ന് പേടിപ്പിച്ചു. ഞാൻ ആ ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ആ കുറച്ച് സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഏജൻസി എടുത്ത് പോയി ചെയ്യിച്ച് എന്തൊക്കെയോ ആക്കി. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്നു. എന്നോട് ഇൻഷുറൻസ് ചോദിച്ചു, കാണിച്ചു കൊടുത്തു. ഹോട്ടൽ ബുക്കിംഗ് ഞാൻ പറഞ്ഞു ഓൾറെഡി കാണിച്ചത് തന്നെയാണ്. അവളുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദിസ് ഇസ് ദ വൺ എന്നെല്ലാം കാണിച്ചു. എൻ്റെ അടുത്ത് ഫിസിക്കലി എത്ര ക്യാഷ് ഉണ്ടെന്ന് വരെ എന്നോട് എണ്ണി കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇത്ര ലാറി ഉണ്ട്, അതിനകത്ത് ഇവിടുത്തെ ജെല്ലുണ്ട് ക്യാഷ്, പിന്നെ എന്താ പറയുക USD ഉണ്ട്, ഇഫ് ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഷോപ്പിലും അവർ USD എടുക്കുന്നുണ്ട്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ നേരം ഗൂഗിളിൽ കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണോ അങ്ങനെ കൊടുക്കാം. നമ്മൾ ആ പുറത്തത്തെ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന കാർഡും നമുക്കിവിടെ ആക്സസ് ചെയ്യാം. ഐ മീൻ ടാപ്പ് ചെയ്തിട്ട്. അതെന്തായാലും ഒരു അടിപൊളിയാണ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ എത്തി, അടിച്ചു പൊളിച്ചു, എക്സ്പ്ലോർ ചെയ്തു. ദ ഫസ്റ്റ് ഡേ സ്നോയിൽ പോയി. ഞാൻ സ്നോ ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ അത് മാക്സിമം ഞാൻ എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തു. സിറ്റി ഒന്നും പറയാനില്ല, ഒരു യൂറോപ്പ് തന്നെ, അടിപൊളിയായിരുന്നു. സിറ്റിയിൽ പോയി. സിറ്റിയിലെ നൈറ്റ് ആ ഒരു ലൈറ്റിനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ആൾക്കാർ നല്ല രസമാണ്. ഞാൻ ഇവിടുത്തെ പരിചയപ്പെട്ട ആൾക്കാരിൽ എല്ലാവരും എനിക്കിഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകുന്ന ആ ഒരാൾ ഇന്ത്യക്കാരനാണ്. ആളും നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ വന്നു ഗൈസ്. ഫൈനലി കുവൈറ്റ് വന്നു. ദൈവം സഹായിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഞാൻ ലൈഫിൽ പുറത്തേക്ക് പോയി പണിയെടുക്കുമെന്ന് ആഗ്രഹിച്ചതുമല്ല, അപ്ലൈ ചെയ്തതുമല്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുമില്ല എൻ്റെ ലൈഫിൽ. ആദ്യമായിട്ട് കുവൈറ്റിൽ വരാൻ പറ്റി. ദ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് കുവൈറ്റിൽ നിന്ന് ഖത്തറിൽ വരാൻ പറ്റി അവളുടെ അടുത്തേക്ക്. ഈ വർഷം തുടക്കത്തിൽ തന്നെ മാർച്ച് ആയതേ ഉള്ളൂ. ഒന്നും കൂടി എനിക്ക് അവളുടെ അടുത്ത് വരാൻ പറ്റി. കുവൈറ്റിൽ, ഐ മീൻ ഖത്തറിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തു ഒരു ദിവസം കൊണ്ട്. അടിപൊളി ഇവിടുത്തെ അവളുടെ ഫ്രണ്ട്സ്. അവളെ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ആദ്യമായിട്ട് വന്നതാണ്, ആ സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല, അവിടെ കൊണ്ടുപോകാം, ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാം, അവിടെ കൊണ്ടുപോകാം, എൻ്റെ ഫ്രണ്ടിന് അവിടെ റെസ്റ്റോറൻറ്റ്, അവിടെ പോവാം. വാവ്, വെരി ഗുഡ് പീപ്പിൾ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഇവിടെ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇവക്ക് കുവൈറ്റിൽ വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ നല്ല ഫ്രണ്ട്സിനെയും പരിചയപ്പെടുത്തായിരുന്നു. അങ്ങനെ ഗൈസ് ഫൈനലി അടുത്തൊരു ഇൻ്റർനാഷണൽ ട്രിപ്പായിട്ട് ഞാൻ ജോർജിയ വന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു തുടക്കമാവട്ടെ, ഒരുപാട് ട്രാവൽ ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ഇവിടെ വന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്ലാനിങ്ങേ അല്ല, പൈസയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും കൺവേർട്ട് ചെയ്യുന്നതും അവിടുന്ന് എടുക്കുന്നതും പൈസ മാറ്റം ഒരു കാര്യം ചെയ്യാണ്ടാണ് വന്നത്. പക്ഷേ ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു. ടിപ്ലിസിലേക്ക് ടാഗ് ചെയ്ത ബാഗ് വരെ ഞങ്ങൾ എടുപ്പിച്ച് അവിടെ നിന്ന് മാറ്റി പെട്ടെന്ന് അവിടെ എക്സിറ്റ് ചെയ്തത്. എൻ്റെ അടുത്ത് ഓൾറെഡി ഖത്തർ വിസ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഖത്തറിൽ എക്സിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഇവിടെ വന്നു. ഇവിടെ ഇന്ന് ട്രാവൽ ചെയ്യാണ് തിരിച്ച് കുവൈറ്റിലേക്ക്. ഒരുപാട് മെമ്മറീസ് ഞാൻ ക്യാരി ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്കും അല്ല തന്നെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എഗെയിൻ ഞങ്ങൾ ഒരുമിച്ച് കുറേ മെമ്മറീസ് എല്ലാം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും രാവിലെ 5 മണിക്കൊക്കെ എണീറ്റിരുന്നിട്ട് ഞാൻ എൻ്റെ ഉറക്കമൊക്കെ തെറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 5 മണിക്ക് എണീറ്റപ്പോൾ തന്നെ അവളെ എണീപ്പിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് 5 മണി തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 9-10 o'clock വരെ ഞങ്ങൾ ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും. ചെറിയ പിണക്കങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിലും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങളത് നമ്മൾ പ്രായമാകുന്നവരും മെച്യൂരിറ്റി ആകാമെന്ന് പറയുമല്ലോ, അങ്ങനെ നമ്മൾ ഭയങ്കര മെച്യൂർഡായിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത് രണ്ടാളും. പിന്നെ പോവാണ് റിട്ടേൺ. ഐ എം സോ ഹാപ്പി. ഒരുപാട് മെമ്മറീസ് ഞാൻ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോവാണ്. ഇത്രയും സ്ട്രെസ്സിൻ്റെ ഇടയിലും ഒരുപാട് എമോഷണലായിട്ട് ഡൗൺ ആവുന്ന സമയത്തും ഇങ്ങനെ ഒരു ട്രിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഹാപ്പിയാണ്. തിരിച്ചു പോവും മെമ്മറീസ് ക്യാരി ചെയ്തിട്ട്. അതുമാത്രമേ ഉള്ളൂ ലൈഫിൽ ലാസ്റ്റ് ചെയ്യുന്ന സാധനം, മെമ്മറീസ് ഓൺലി. അങ്ങനെ പോവാണ് ഗൈസ്. ഞാൻ റെഡിയാകാൻ പോവാണ്. അങ്ങനെ നമ്മൾ ജോർജിയയിൽ വന്നു ഗൈസ്. ജോർജിയ വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരണമെങ്കിൽ ഒറ്റയ്ക്ക് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, ഫാമിലി കപ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും വരാം. അടിപൊളിയാണ്, നല്ലതാണ്, സൂപ്പറാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയാണ്. കുറേ ആണുങ്ങൾ, അടിപൊളിയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ള ഗൈഡാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ കല്യാണം കഴിച്ചിട്ടില്ല, ചെക്കനെ നോക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ ഹാപ്പിയാണ്.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു സംഭവം ഉണ്ടായത്, എനിക്ക് വിനി ഗോൾഡിൻ്റെ ചെയിൻ വാങ്ങിച്ചു തന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാധനം. അതിൽ ഏറ്റവും എന്താ പറയുക, അതിൽ ലോക്കറ്റ്, അതാണ് ഹൈലൈറ്റ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നാണെങ്കിലും ഈ ഇയറിങ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. അവളുടെ ലിപ്സ്റ്റിക്ക് പുതിയ സാധനം മാക്കിൻ്റെ ഞാൻ യൂസ് ചെയ്തു. എനിക്ക് ഇട്ടിട്ട് നല്ലതാന്ന് പറഞ്ഞപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ട് പോയി ഗൈസ്. യെസ്. അപ്പോൾ കുവൈറ്റിൽ കുറച്ച് ഫ്രണ്ട്സിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്യാരി ചെയ്ത പോലെ അവരത് കാണുമ്പോൾ ജബ അന്ന് ജോർജിയ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് അവരും എന്നെ ഓർക്കട്ടെ എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ സന്തോഷമുണ്ട്. ജോർജിയയിൽ വന്നു ഗൈസ് ഫൈനലി. ഇതേപോലെ ഞാൻ വേറെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ വീഡിയോ ഇടാം. ഇതെല്ലാം എൻ്റെ ഒരു മെമ്മറീസിന് വേണ്ടിയിട്ടാണ്. സോ ബൈ ബൈ ഫ്രം ജബാസ് വേൾഡ്. വിനീനെ കൂട്ടി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല, അവൾ പുറത്തേക്ക് പോയി കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാവൽ ലൈവാണ്. ദിസ് ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ജോർജിയ. അടിപൊളിയാണ്. മാക്സിമം സ്ഥലം കണ്ടു എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ടാറ്റ ബൈ.